ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്പ് ഫോഴ്സ് ഉണ്ട്, കോൺസ്റ്റന്റ് ഫോഴ്സും വേരിയബിൾ ഫോഴ്സും. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വർക്ക് ഡൺ ബൈ കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ്. ഒരു ബോഡി കൺസിഡർ ചെയ്യുക, ഈ ബോഡീന്റെ മാസ് എം ആണ്, പിന്നെ ഇതിന്റെ നമ്മൾ ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആയിട്ടുള്ള 2 ന്യൂട്ടന് ഈ ബോഡിയിൽ അപ്ലൈ ചെയ്യാണ്. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ബോഡിക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുകയാണ്. ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, അല്ലെങ്കിൽ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദ ബോഡി എന്താണ്, XI ആണ്. ഫൈനൽ പൊസിഷൻ ഓഫ് ദ ബോഡി XF ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞത് ഈ ബോഡിക്ക് ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബോഡിക്ക് ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ദെൻ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. സോ W is equal to F delta X. Okay. Consider a body and applying a constant force 2 Newton. Xi is the initial position of the body and Xf is the final position of the body. So the body have an displacement delta x. Then work done will be is equal to force into displacement, that is force into delta x, F delta x. Okay. നമ്മൾ ഇതിനെ ഒരു ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഫോഴ്സിനെ y ആക്സിസിലും ഡിസ്പ്ലേസ്മെന്റിനെ x ആക്സിസിലും വെച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. സോ വർക്ക് ഡൺ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ കിട്ടിയ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ കണ്ടുപിടിച്ചാൽ വർക്ക് ഡൺ will be got. Okay. So work done is the area of the rectangle. ഇവിടെ ഞാൻ ഷെയ്ഡ് ചെയ്ത ഈ ഗ്രാഫിൽ ഷെയ്ഡ് ചെയ്ത പോർഷൻ ആണ് എന്ത്, വർക്ക് ഡൺ. ഓക്കെ. ഇനി ഏരിയ അണ്ടർ ദ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഷോ ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയേ ഉള്ളൂ. ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ ആണ് എന്ത്, വർക്ക് ഡൺ കാണിക്കുന്നത്. സോ വി നോ ദാറ്റ് ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ, ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ നമ്മൾ എങ്ങനെ കാണുക, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ. സോ അത് നമ്മൾ ഇവിടെ ചെയ്തു. ഇവിടെ ലെങ്ത് ആയിട്ട് എടുത്തത് എന്താണ്, ഫോഴ്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്. സോ ഏരിയ ഇസ് ഈക്വൽ ടു L ഇൻറ്റു B, ദാറ്റ് ഈസ് F ഡെൽറ്റ എക്സ്, ദാറ്റ് ഈസ് വർക്ക് ഡൺ. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ ആണ്. ഇനി നമ്മൾ ഫോഴ്സ് വാരി ചെയ്യുന്ന ഫോഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ്. ഓക്കെ. ഇവിടെ നമ്മൾ സെയിം ഒരു മാസം എടുക്കുന്നു, പക്ഷെ ഓരോ സമയത്തും ഫോഴ്സ് വാരി ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് അപ്പം ഫോഴ്സ് എന്തിന്റെ ഫംഗ്ഷൻ ആണെന്ന് പറയാം, പൊസിഷന്റെ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഫംഗ്ഷൻ ആണ് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഹിയർ ഫോഴ്സ് ഇസ് വാരിങ്. ഫോഴ്സ് എന്തെങ്ങനെ വാരി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ ഫോഴ്സ് വാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഒരു ഗ്രാഫ് വരക്കുകയാണ്. ഇവിടെ ഫോഴ്സ് വാരി ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയ ഗ്രാഫ് ഒരു റെക്ടാങ്കിൾ ഒന്നുമല്ല, ഒരു നോട്ട് ഡിഫൈൻഡ് ഷേപ്പ് ആണ്, ഒരു കേർവ് ആണ് കിട്ടിയത്. XI എന്ന് പറഞ്ഞത് ഇനീഷ്യൽ പൊസിഷൻ ആണ്, XF എന്ന് പറഞ്ഞത് ഫൈനൽ പൊസിഷൻ ആണ്. ദെൻ ഡെൽറ്റ എ എന്ന് പറഞ്ഞത് ഏരിയ എന്താണ്, ഏരിയ എന്ന് പറഞ്ഞത് ഫോഴ്സ് ഇൻറ്റു ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. അങ്ങനെ നമ്മൾ ഈ നമുക്ക് ഇവിടുത്തെ എല്ലായിടത്തെയും ഫോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഏരിയനെ ഞാൻ ഡിഫറെന്റ് പാർട്സ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് പാർട്ടിന്റെ ഏരിയ ആണ് W1, ഡെൽറ്റ A1. ഡെൽറ്റ A1 എന്ന് പറഞ്ഞാൽ എന്താ, വർക്ക് ഡൺ, ദാറ്റ് ഈസ് W1. അങ്ങനെ ഓരോ പോർഷന്റെ ഏരിയ കണ്ടുപിടിച്ചാലാണ് ഇവിടുത്തെ ടോട്ടൽ വർക്ക് ഡൺ കിട്ടുക. അപ്പം അതൊരു പ്രയാസമാണ് അല്ലെ. വേരിയബിൾ ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തും ഡിഫറെന്റ് ഫോഴ്സ് ആയിരിക്കും, ഡിഫറെന്റ് ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. സോ അത് കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ടോട്ടൽ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുക. സോ വി വിൽ ഡു ദ ഇന്റഗ്രേഷൻ പ്രോസസ്. സോ ടോട്ടൽ ഏരിയ എന്താണ്, ഇന്റഗ്രൽ XI to XF F delta dx, F dx. Okay. So total area is the work done. Okay. ഇത്രയേ ഉള്ളൂ. ഞാൻ ആദ്യത്തെ പോർഷന്റെ ഏരിയ കണ്ടത് മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. ഡെൽറ്റ എ ഇസ് ഈക്വൽ ടു x2 മൈനസ് x1, ദാറ്റ് ഈസ് F dx, ദാറ്റ് ഈസ് W1. അങ്ങനെ നമുക്ക് W1, W2, W3 അങ്ങനെ എക്സെട്ര n നമ്പർ ഓഫ് പാർട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ n നമ്പർ ഓഫ് വർക്ക് ഡൺ കിട്ടും. ടോട്ടൽ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ടോട്ടൽ ഏരിയ ബൈ വേരിയബിൾ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ XI to XF F dx. ഓക്കെ, മനസ്സിലായല്ലോ. നമുക്ക് ഓരോ പാർട്സ് എടുത്ത് ചെയ്യുന്നതും
ബുദ്ധിമുട്ടാണ്. സോ അത് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റഗ്രേഷൻ പ്രോസസ്സ്, മാത്സിൽ പഠിച്ച ഇന്റഗ്രേഷൻ പ്രോസസ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇനി നമ്മൾ പറയുന്നത് കൺസർവേറ്റീവ് ഫോഴ്സും നോൺ കൺസർവേറ്റീവ് ഫോഴ്സും. രണ്ട് ടൈപ്പ് ഫോഴ്സ് ഉണ്ട്, കൺസർവേറ്റീവും നോൺ കൺസർവേറ്റീവും. കൺസർവേറ്റീവ് ഫോഴ്സ് എന്താ? അതായത് ഒരു ഫോഴ്സ് ഉണ്ട്, ഈ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറഞ്ഞാല് അത് ചെയ്തു വരുന്ന പാത്തിനെ ഇൻഡിപെൻഡന്റ് ആണ്. അത് എൻഡ് പോയിന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? കൺസർവേറ്റീവ് ഫോഴ്സ്. A force is said to be conservative if the work done by the force is independent of the path but depends only on the initial and final position. ഇപ്പൊ നമ്മൾ നടക്കുകയാണ്. ഇപ്പൊ നമ്മൾ നടക്കുന്ന സമയത്ത് അവിടെ നടക്കുന്ന ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫൈനൽ ആൻഡ് ഇനീഷ്യൽ പൊസിഷനെ മാത്രമാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പോകുന്ന വഴീനെ ഒന്നും ആ പാത്തിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? കൺസർവേറ്റീവ് ഫോഴ്സ്. അതിന് എക്സാമ്പിൾ ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും. ഇവിടെ ഞാനൊരു സർക്കിൾ കൊടുത്തിട്ടുണ്ട്. ഈ സർക്കിളിൽ നമുക്ക് എൻഡ് പോയിന്റും ഇനിഷ്യൽ പോയിന്റും എൻഡ് പോയിന്റും എന്താണ്? സെയിം ആണ്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഫൈനൽ ആൻഡ് ഇനിഷ്യൽ പോയിന്റ്. ഓക്കെ, അത് ഏത് പാത്താണ് ഫോളോ ചെയ്തതെന്ന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, so a force is said to be conservative if the work done by the force is independent of the path but depends only on the initial and final position. Okay, so example gravitational force, electrostatic force. Okay, ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഫോഴ്സ് ആണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്തായിരിക്കും അപ്പോ? നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത് ദാറ്റ് ഇസ് ട്രാവൽഡ്. ട്രാവൽ ചെയ്ത പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷനെ എല്ലാം അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. എക്സാമ്പിൾ ഫ്രിക്ഷണൽ ഫോഴ്സും വിസ്കസ് ഫോഴ്സും. ഞാൻ നേരത്തെ കൺസർവേറ്റീവിലാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് പറഞ്ഞത്, അത് തെറ്റാണ്. സോ നോൺ കൺസർവേറ്റീവിലാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. Okay, a force is said to be non-conservative if the work done by it on a body moving between 2 points depends on path traversed by the body. Okay, example is frictional force and viscous force. ഇപ്പൊ ക്ലിയർ ആണല്ലോ? ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. A body of mass 2 kilogram initially at rest move under the action of the applied horizontal force of 7 Newton on the table with the coefficient of kinetic friction 0.1. Compute. Okay, ഇവിടെ തന്നിട്ടുള്ളത് ഒരു ബോഡി തന്നിട്ടുണ്ട്. 2 കിലോഗ്രാം മാസ് ഉള്ള ഒരു ബോഡി ഇനീഷ്യലി റെസ്റ്റിൽ നിൽക്കുകയാണ്. അതിനൊരു ഫോഴ്സ് അപ്ലൈ 7 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പം അതിനൊരു മോഷൻ ഉണ്ടായി ഹൊറിസോണ്ടൽ ഡിറക്ഷനിൽ. കൈനറ്റിക് കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞത് 0.1 ആണ്. സോ വർക്ക് ഡൺ ബൈ ദ അപ്ലൈഡ് ഫോഴ്സ് ഇൻ 10 seconds എന്ന് പറഞ്ഞാല് അതാണ് നമ്മളെടുത്ത് ആദ്യം കാണാൻ പറഞ്ഞിട്ടുള്ളത്. ദെൻ ബി ക്വസ്റ്റ്യൻ ഈസ് വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഇൻ 10 seconds. ഓക്കെ, ആൻഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ ഈസ് വർക്ക് ഡൺ ബൈ ദ നെറ്റ് ഫോഴ്സ് ഓൺ ദ ബോഡി ഇൻ ദ 10 seconds. അപ്പൊ നമുക്ക് ഇവിടെ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? തന്ന ക്വാണ്ടിറ്റീസ് എടുത്ത് താഴേക്ക് എഴുതുക. അപ്പൊ നമുക്ക് ഇവിടെ മാസ് തന്നിട്ടുണ്ട് അല്ലെ? മാസ് എത്രയാ തന്നിട്ടുള്ളത്? മാസ് 2 കിലോഗ്രാം തന്നിട്ടുണ്ട്. സോ എം ഇസ് ഈക്വൽ ടു 2 കിലോഗ്രാം. ദെൻ അപ്ലൈഡ് ഫോഴ്സ് എത്രയാണ്? 7 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. ദെൻ കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ അതിനെ ഞാൻ μ1 എന്ന് കൊടുത്തിട്ടുണ്ട്. μ1 ഇസ് ഈക്വൽ ടു 0.1 അല്ലെങ്കിൽ μk എന്ന് കൊടുക്കാം. μk ഇസ് ഈക്വൽ ടു 0.1. ടൈം 10 seconds ആ. നമ്മളടുത്ത് കാണാൻ പറഞ്ഞിട്ടുള്ള വർക്ക് ഡൺ ബൈ ദ അപ്ലൈഡ് ഫോഴ്സ് ഇൻ 10 seconds. 10 സെക്കൻഡിൽ അപ്ലൈ ചെയ്ത ഫോഴ്സിലുള്ള വർക്ക് ഡൺ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ വർക്ക് ഡൺ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. നമുക്കറിയാം ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെയാ? അപ്പൊ നമുക്ക് ഇവിടെ ഫോഴ്സ് തന്നിട്ടില്ല. ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സ് തന്നിട്ടുണ്ട്, പക്ഷെ ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് കാണേണ്ടതുണ്ട്. ഓക്കെ, അപ്ലൈഡ് ഫോഴ്സ് 7 ന്യൂട്ടൺ ഓൾറെഡി തന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് കാണേണ്ടതുണ്ട് അല്ലേ?
സോ എഫ് കെ ഫ്രിക്ഷണൽ ഫോഴ്സിന് എഫ് കെ എന്ന് കൊടുത്തു, ദാറ്റ് ഇസ് ഈക്വൽ ടു മ്യൂ കെ ഇൻറ്റു എം ജി. മ്യൂ കെ നമ്മളെ കോയിഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ 0.1 തന്നിട്ടുണ്ട്, മാസ് 2 കിലോഗ്രാം, ജി 9.8. സോ അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ദാറ്റ് ഇസ് 0.1 ഇൻറ്റു 2 ഇൻറ്റു 9.8 ഇസ് ഈക്വൽ ടു 1.96 ന്യൂട്ടൺ. ഓക്കെ, അപ്പൊ നമുക്ക് റിസൾട്ടന്റ് ഫോഴ്സ് കിട്ടിയത് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എത്ര കിട്ടിയത് 1.96 ന്യൂട്ടൺ ആണ്. അപ്പൊ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് ഫോഴ്സ് മൈനസ് എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അപ്ലൈഡ് ഫോഴ്സ് മൈനസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് റിസൾട്ടന്റ് ഫോഴ്സ്. സോ റിസൾട്ടന്റ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു 7 മൈനസ് 1.96, ദാറ്റ് ഇസ് 5.04 ന്യൂട്ടൺ. ഓക്കെ, ഇനി നമുക്ക് ആക്സിലറേഷൻ കാണാം. എങ്ങനെ? നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ അറിയാം, എഫ് ഇസ് ഈക്വൽ ടു എം എ. അതിൽ നിന്ന് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി, അപ്പൊ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. സോ ആക്സിലറേഷൻ കണ്ടു. നെക്സ്റ്റ് ആയിട്ട് എ ഇസ് ഈക്വൽ ടു എഫ് ബൈ എം, ദാറ്റ് ഇസ് 5.01 ഡിവൈഡഡ് ബൈ മാസ് 2 കിലോഗ്രാം, ദാറ്റ് ഇസ് 2.52 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ. ഇപ്പൊ നമുക്ക് റിസൾട്ടന്റ് ഫോഴ്സ് കിട്ടി, ആക്സിലറേഷൻ കിട്ടി. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കാണാം. നമ്മളെ ഇക്വേഷൻ ഓഫ് മോഷന്റെ തേർഡ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കാണാം. ദാറ്റ് ഈസ് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. യു എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി, ടി ടൈം, ആൻഡ് എ ഇസ് ദ ആക്സിലറേഷൻ, എസ് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ്. സോ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. സോ ആ ഫസ്റ്റ് ക്വാണ്ടിറ്റി എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. സോ 0 പ്ലസ് ഹാഫ് ഇൻറ്റു 2.52 ഇൻറ്റു 10 ഇൻറ്റു 10, ദാറ്റ് ഈസ് ടി സ്ക്വയറിനെയാണ് 10 ഇൻറ്റു 10 എന്ന് എഴുതിയത്. ഇതിന്ന് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എന്ത് കിട്ടി? ഡിസ്പ്ലേസ്മെന്റ് 126 മീറ്റർ കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തൂടെ? വർക്ക് ഡൺ ബൈ ദ അപ്ലൈഡ് ഫോഴ്സ്, ദാറ്റ് ഈസ് അപ്ലൈഡ് ഫോഴ്സ് എത്രയാണ്? 7 ന്യൂട്ടൺ. സോ എഫ് ഡി, that is force is 7 and the displacement is 126. So it will be equal to 882 joule. That is 882 joule ആണ് നമുക്ക് വർക്ക് ഡൺ ബൈ ദ അപ്ലൈഡ് ഫോഴ്സ് കിട്ടിയത് അല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ ചെയ്യാനുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ ആണ്. അപ്പൊ നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് അവിടെ ഫോഴ്സ് ആയിട്ട് എടുക്കുന്നത്. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് മാറ്റില്ല, 126 തന്നെ. ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ നെഗറ്റീവ് ആണ് എടുക്കുക. സോ മൈനസ് 1.96 ഇൻറ്റു 126, ദാറ്റ് ഇസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. സോ വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു മൈനസ് 246.96 ജൂൾ. ഇവിടെ നെഗറ്റീവ് സൈൻ വരാൻ കാരണം ഫ്രിക്ഷണൽ ഫോഴ്സിന് നമ്മൾ ഇവിടെ നെഗറ്റീവ് സൈൻ ആണ് കൊടുത്തത്. ഓക്കെ, ഇനി നമ്മള് തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? നെറ്റ് ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ ആണ്. നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നെറ്റ് ഫോഴ്സ് എങ്ങനെ കാണാം, അല്ലെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് കാണാൻ വേണ്ടിയിട്ട് അപ്ലൈഡ് ഫോഴ്സ് മൈനസ് ഫ്രിക്ഷണൽ ഫോഴ്സ്, ദാറ്റ് ഈസ് 5.04 ആണ് നമുക്ക് കിട്ടിയത്. ഇവിടെ കിട്ടിയില്ലേ? അവിടെ ആദ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു FR, F resultant into displacement, that is 5.04 into 126, that is 635.64 ജൂൾ ആണ് ആൻസർ വരുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി ഞാൻ ഒന്നുകൂടെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാം. ഇനി നെക്സ്റ്റ് ടോപ്പിക് എനർജിയാണ്. എനർജി എന്താണ്? നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എനർജി ഒക്കെ അറിയാം, പക്ഷെ എനർജി എല്ലാവർക്കും ഉണ്ട്. ഇവിടെ എനർജി എന്താണ്? ഒരു വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? എനർജി എന്ന് പറയാ. എനർജി ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? എനർജി. എനർജി ഈസ് ദ
കപ്പാസിറ്റി ടു ഡു വർക്ക്. എനർജി ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. നമുക്ക് സ്കാലാർ ക്വാണ്ടിറ്റി എന്താണ്, വെക്റ്റർ ക്വാണ്ടിറ്റി എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്തിട്ട് അറിയാം. അതില് എനർജി എന്താണ്, സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. ഇറ്റ് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ്, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡിറക്ഷൻ ഇല്ല. സോ ദാറ്റ് ഇസ് കോൾഡ് സ്കാലാർ ക്വാണ്ടിറ്റി. നെക്സ്റ്റ് ഇസ് യൂണിറ്റ് ഓഫ് എനർജി ജൂൾ ആണ്. Then dimension is ml square t raised to -2. Okay. ഇനി മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ, മെക്കാനിക്കൽ എനർജി കൺസിസ്റ്റ് ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. മെക്കാനിക്കൽ എനർജിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. ഈ ചാപ്റ്ററിൽ ഒരു മെയിൻ പോർഷൻ ആണ് ഈ എനർജിന്റെ ഭാഗം. ഇനി ഇതിലെ കൈനറ്റിക് എനർജി എന്താണ്, പൊട്ടൻഷ്യൽ എനർജി എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ, കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഒരു ബോഡി മൂവ് ചെയ്യുന്നത് കാരണം ഉണ്ടാവുന്ന എനർജീനെയാണ് നമ്മൾ എന്ത് പറയാ, കൈനറ്റിക് എനർജി. ദ എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ ഇസ് കോൾഡ് കൈനറ്റിക് എനർജി. ഓക്കെ, ഇറ്റ് ഈസ് എ പോസിറ്റീവ് സ്കാലാർ ക്വാണ്ടിറ്റി. ഇറ്റ് ഈസ് എ പോസിറ്റീവ് സ്കാലാർ ക്വാണ്ടിറ്റി. ഓക്കെ, ദെൻ മാസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കൈനറ്റിക് എനർജി എങ്ങനെയാണ്. നമ്മൾ ഒരു ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനൊരു മോഷൻ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, അതിനെയാണ് കൈനറ്റിക് എനർജി എന്ന് പറയാ. വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ടു കോസ് ദ മോഷൻ ഓഫ് ദ ബോഡി ഈസ് മെഷേർഡ് ആസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി. കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി, വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ്, ഒരു ഫോഴ്സ് ചെയ്യുന്ന വർക്ക് മോഷനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി. നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ അറിയാം. ഈ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. സോ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇക്വേഷൻ ഓഫ് മോഷൻ v സ്ക്വയർ ഇസ് ഇക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as. അപ്പം ഇനീഷ്യലി ഒരു ബോഡി റെസ്റ്റിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിട്ട് മാറും, u0 ആയിട്ട് മാറും. സോ v സ്ക്വയർ ഇസ് ഇക്വൽ ടു 2as മാത്രമേ വരുള്ളൂ, കാരണം u സ്ക്വയർ 0 അല്ലേ. ദെൻ ആക്സിലറേഷൻ എന്തായിട്ട് മാറും, v സ്ക്വയർ മൈനസ് 2as. ഈ പേജിൽ കാണിക്കുന്നത് തേർഡ് ഇക്വേഷൻ ആണ്. സോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ma ആണ്. നമ്മൾ ഈ എക്ക് പകരമായിട്ട് v സ്ക്വയർ ബൈ 2as അപ്ലൈ ചെയ്യാണ്. സോ f is equal to mv square by 2as. So work done is equal to force into displacement. Force is equal to mv square by 2as and displacement is s. ഈ എസും ഡിനോമിനേറ്ററിലെയും ന്യൂമറേറ്ററിലെയും എസ് ക്യാൻസൽ ചെയ്തു. So the equation will be equal to mv square by 2. This work done is half mv square. Okay. So kinetic energy of the body is equal to the work done. That is half mv square. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൊളീഷന്റെ ഭാഗങ്ങളൊക്കെ ചെയ്യുന്നത്. സോ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ ഹാഫ് mv സ്ക്വയർ. ഇനി മൊമെന്റം നമുക്കറിയാം, P ഇസ് ഈക്വൽ ടു mv ആണ് മൊമെന്റം. മൊമെന്റവും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ P ഇസ് ഈക്വൽ ടു mv, ദാറ്റ് ഈസ് V ഇസ് ഈക്വൽ ടു P ബൈ m. V ഇസ് ഈക്വൽ ടു P ബൈ m. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി എന്തായിട്ട് മാറും, നമ്മൾ വെലോസിറ്റിക്ക് പകരമായിട്ട് എന്തായിട്ട് കൊടുക്കുന്നത്, ഈ പി ബൈ എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഹാഫ് എം ഇൻറ്റു പി സ്ക്വയർ ബൈ വി എം സ്ക്വയർ. പി സ്ക്വയർ ബൈ എം സ്ക്വയർ വന്നത് വി സ്ക്വയർ ആണ്, ഹാഫ് എം വി സ്ക്വയർ ആണ്. സോ എം ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും എം ക്യാൻസൽ ചെയ്യാം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. ഓക്കെ, ഇതാണ് കൈനറ്റിക് എനർജിയും മൊമെന്റവും തമ്മിലുള്ള ആ ഒരു റിലേഷൻ. That is p square is equal to 2m kinetic energy. That is p is equal to root of 2m kinetic energy. ഈ ഒരു റിലേഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സോ ഇതൊന്ന് ഓർത്ത് വെക്കാം. ഇനി അടുത്തത് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ദ കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജിക്ക് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇപ്പൊ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും.
അത് മൊമെന്റത്തിനോട് റിലേറ്റഡ് ആണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മൊമെന്റം. മൊമെന്റത്തിനോട് റിലേറ്റഡ് ആണ്. പിന്നെ അടുത്തത് എന്താണ്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഫ്രെയിം ഓഫ് റെഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തത് ഇറ്റ് ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി. അതൊരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ആണ്. അപ്പൊ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ പഠിച്ചു, എന്താന്ന് പഠിച്ചു, മൊമെന്റത്തിന്റെ റിലേഷൻ ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ആണ്. സോ പൊട്ടൻഷ്യൽ എനർജി U. The energy possessed by a body by virtue of its position or state of strain is called potential energy. ഒരു ബോഡി ഒരു ഹൈറ്റിൽ ഇരിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഒരു ബോഡിക്ക് ഒരു എനർജി ഉണ്ടാവും. ആ എനർജിനെയാണ് നമ്മൾ എന്ത് പറയാ? പൊട്ടൻഷ്യൽ എനർജി. നോട്ട് ദ ഐഡിയ. ഞാൻ സൈഡിൽ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ ഫിഗറിൽ കാണാൻ കഴിയും. ഒരു എച്ച് ഹൈറ്റിൽ ഒരു ബോഡി ഇരിക്കുന്നുണ്ട്. ആ ഹൈറ്റിൽ ഉണ്ടാകുമ്പോ ബോഡിക്ക് ഉണ്ടാകുന്ന എനർജിയാണ് എന്ത്? പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ. അപ്പൊ നമ്മളെ വീട്ടില് ടാങ്ക് ഏറ്റവും ഒരു ഹൈറ്റിലാണ്. അപ്പൊ അത് ടാങ്കില് വെള്ളം ഇരിക്കുന്നത് ഒരു ഹൈറ്റിലാണ്. അപ്പൊ അവിടെ ആ ബോഡിക്ക് അവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. ഇനി ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് കൈനറ്റിക് എനർജി. ഇപ്പൊ ഒരു കാറ് മൂവ് ചെയ്യുമ്പോൾ അവിടെ കൈനറ്റിക് എനർജി ഉണ്ടാവും. ഓക്കെ. സോ പൊട്ടൻഷ്യൽ എനർജിക്ക് എക്സാമ്പിൾ എന്താണ്? പൊട്ടൻഷ്യൽ എനർജിക്ക് എക്സാമ്പിൾ സ്ട്രെച്ച്ഡ് ബോ. ഇപ്പൊ നമ്മള് അമ്പും വില്ലും എന്ന് പറയില്ല, അത് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചാല് അത് പൊട്ടൻഷ്യൽ എനർജിക്ക് ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ ഒരു റബ്ബർ ബാൻഡ് സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്നത്, നമ്മൾ സാധാ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് സ്ട്രെച്ച് ചെയ്ത് വെച്ചാൽ അതും പൊട്ടൻഷ്യൽ എനർജിക്ക് എക്സാമ്പിൾ ആണ്. ഇനി പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഓക്കെ. അതായത് പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയാണ് പോസിറ്റീവ് ആകുന്നത്, നെഗറ്റീവ് ആവുന്നത് എന്നാണ് അടുത്തത് പറയുന്നത്. ഫോർ സെയിം ചാർജ്, പോസിറ്റീവും സെയിം ചാർജ് ആണല്ലോ. അപ്പൊ സെയിം ചാർജ് ആണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് ആയിരിക്കും. അതായത് സെയിം ചാർജ് ആണെങ്കിൽ അവിടെ റിപ്പൾഷൻ ആണ് ഉണ്ടാവുക അല്ലെ. സോ നോർത്തും റിപ്പൾസീവ് ആകും. അപ്പൊ അവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ എനർജി ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി രണ്ടാമത്തെ കേസിൽ പറഞ്ഞു പൊട്ടൻഷ്യൽ എനർജി എപ്പോഴാണ് നെഗറ്റീവ് ആവുന്നത്? ഓപ്പോസിറ്റ് ചാർജ് ആവുമ്പോൾ അവിടെ അട്രാക്ഷൻ ആണ്. സോ പൊട്ടൻഷ്യൽ എനർജി റിപ്പൾസീവ് ആണ് ആവുക. ഓക്കെ. സോ പൊട്ടൻഷ്യൽ എനർജി റിപ്പൾസീവ് ആണ്. അത് ജസ്റ്റ് ഞാൻ ആഡ് ചെയ്തേ ഉള്ളൂ. പൊട്ടൻഷ്യൽ എനർജി എന്താണ്, അതിന്റെ മെയിൻ ഇക്വേഷൻ ആണ് ഇമ്പോർട്ടന്റ്. ഓക്കെ. ഇനി ഇപ്പൊ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്താന്നൊക്കെ കണ്ടു. ഇനി എക്സ്പ്രഷൻ ഫോർ ദ പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജിന്റെ എക്സ്പ്രഷൻ ആണ് കാണുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഒരു മാസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗറിലേക്ക് ശ്രദ്ധിക്കുക. ആദ്യം ഒരു മാസ് കൺസിഡർ ചെയ്യുക. ഈ മാസിനെ നമ്മൾ ഒരു എച്ച് ഹൈറ്റിലേക്ക് പൊന്തിച്ച് വെച്ചിട്ടുണ്ട്. ഒരു എച്ച് ഹൈറ്റില് മേലെ വെച്ചിട്ടുണ്ട്. കൺസിഡർ എ ബോഡി ഓഫ് മാസ് m and it is lifted at a height h from the ground. h ഹൈറ്റ് ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ മേലേക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ എന്താ? F into S, അതായത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ Fs cos θ ആണ്. ഇവിടെ നമ്മൾ തീറ്റ എന്ന് പറഞ്ഞത് 0 ആകുമ്പോൾ Fs ആകും. സോ Fs cos 0 ദാറ്റ് ഈസ് Fs. സോ നമ്മൾ ഇവിടെ കൊടുത്തത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത് ഒരു എച്ച് ഹൈറ്റിലല്ലേ. സോ ഞാൻ എസിനെ എച്ച് എന്ന് എടുക്കുന്നു, ഫോഴ്സിനെ എം എ ദാറ്റ് ഈസ് എ എന്ന് പറഞ്ഞത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ആയിട്ട് എടുക്കുന്നു. സോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ജി എച്ച്. സോ വർക്ക് ഡൺ ഈസ് സ്റ്റോർഡ് ആസ് എ പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ വർക്ക് ഡൺ ആണ് എന്ത്? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എച്ച്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പറയുന്നത് വർക്ക് എനർജി തിയറം ആണ്. ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം എന്താണെന്നറിയോ? വർക്ക് എനർജി തിയറം ആദ്യം ഒരു ബോഡി കൺസിഡർ ചെയ്യുക. ഈ ബോഡിന്റെ മാസ് എം ആണ്. ഈ എം മാസ് ഉള്ള ബോഡിന്റെ ഇനീഷ്യൽ വെലോസിറ്റി u ആണ്, ഫൈനൽ വെലോസിറ്റി v ആണ്.
നമ്മൾ ഒരു ഫോഴ്സ് ഒരു ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബോഡിക്ക് ഒരു മോഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ വർക്ക് ഡൺ എന്ന് പറയാ. അപ്പം കൺസിഡർ എ ബോഡി ഓഫ് മാസ് എം, എ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ ബോഡി. ബോഡിയിലേക്ക് അപ്ലൈ ചെയ്ത ഫോഴ്സ് എന്താണ്? എഫ് ആണ്. So initial velocity of the body is u and final velocity of the body എന്താണ്? v ആണ്. So displacement of the body is s. Then initial kinetic energy is equal to, initial kinetic energy എന്ന് പറഞ്ഞാൽ mass into initial velocity. So half m u square. Final velocity half m v square. Change in kinetic energy എപ്പോഴും എന്താണ്? Final kinetic energy minus initial kinetic energy, അല്ലേ? So final kinetic energy is half mv square minus initial kinetic energy half mu square. So ഈ ഇക്വേഷൻ നോക്കിയേ, ഇതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും, ഇതിൽ ഹാഫ് എം എന്ന് പറഞ്ഞത് രണ്ട് ടേമിലും കോമൺ ആണ്. സോ ഹാഫ് എമ്മിനെ ഞാൻ പുറത്തെടുത്തു, ദാറ്റ് ഈസ് v square minus u square. Okay, we know that v square is equal to u square plus 2as ആണെന്നറിയില്ലേ ബൈ ഇക്വേഷൻ ഓഫ് മോഷൻ. ഇതിൽ ഞാൻ ഈ u സ്ക്വയറിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു. സോ ദ ഇക്വേഷൻ വിൽ become v square minus u square is equal to 2as. ഇതിനെ നമ്മൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ് എഴുതിയിട്ടുള്ളത്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു 2as. ഈ 2 ഡിനോമിനേറ്ററിലെയും ന്യൂമറേറ്ററിലെയും 2 ക്യാൻസൽ ചെയ്യാൻ ബാക്കി എന്ത് വരും? MAS. MA എന്ന് പറഞ്ഞത് ഫോഴ്സ് ആണ്, S ഡിസ്പ്ലേസ്മെന്റ്. സോ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് വർക്ക് ഡൺ. ഇതാണ് നമ്മൾ വർക്ക് എനർജി തിയറം പ്രൂവ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇത്രയും കാര്യങ്ങൾ എഴുതുക. ടെക്സ്റ്റിൽ ഒരുപാട് കൊടുത്തിട്ടുണ്ട്, എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇതാണ് ഇമ്പോർട്ടന്റ്. ഇത്ര എഴുതിയാൽ തന്നെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, സോ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ദ വർക്ക് ഡൺ. ഇത്രയും സ്റ്റെപ്സ് എഴുതിയാൽ മതി. ഞാൻ സ്റ്റെപ്സ് ഒന്നും കൂടെ കാണിക്കുന്നുണ്ട്. Initial velocity of the body u, final velocity of the body v, displacement of the body s. Then initial kinetic energy is half m u square, final kinetic energy is half m v square. So change in kinetic energy എന്താണ്? Final kinetic energy minus initial kinetic energy, half m v square minus half m u square. Okay, so v square is equal to u square plus 2as. V square minus u square is equal to 2as. Change in kinetic energy is equal to F dot S, that is work done. ഇനി തിയറം ആണ് പറയുന്നത്. വർക്ക് എനർജി തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഓൺ എ ബോഡി ഈസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി. ഒരു വർക്ക് ഡൺ എന്താണ്? കൈനറ്റിക് എനർജിയിലുള്ള ചേഞ്ചിന് ഈക്വൽ ആണ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സ്പ്രിംഗ് ആണ് ഇനി നമ്മൾ അടുത്തത് പറയുന്നത്. അപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ? എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് വർക്ക് എനർജി തിയറം. ഇനി നെക്സ്റ്റ് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സ്പ്രിംഗ്. ഇതാ, നമ്മളൊരു സ്പ്രിങ് കൺസിഡർ ചെയ്യുക. ഒരു സ്പ്രിങ് ഇനീഷ്യലി അതൊരു സ്ട്രെച്ച്ഡ് സ്റ്റേറ്റ്, ഇനീഷ്യൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായിരിക്കും. സ്പ്രിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ, വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിനൊരു ഇലാസ്റ്റിസിറ്റി ഉണ്ട് അല്ലെ? അപ്പം അങ്ങനെയുള്ള ഇലാസ്റ്റിസിറ്റി ഉള്ള ഒരു സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ കാണുന്നത്. സോ വി ക്യാൻ മൂവ്. ഓക്കെ, ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദ സ്പ്രിങ് ആണ് ഞാൻ ആദ്യം ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൺസിഡർ എ സ്പ്രിങ് ഇൻ ദ ഇനീഷ്യൽ സ്റ്റേറ്റ്. ഇനീഷ്യൽ സ്റ്റേറ്റിൽ ഞാനൊരു സ്പ്രിങ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാണിച്ച ഫിഗർ, ഈ ഫിഗർ കറക്റ്റ് ആയിട്ട് നോക്കിയേ. രണ്ടാമത്തെ ഈ സ്പ്രിങ്ങിനെ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് വലിച്ചു നീട്ടി. അപ്പോൾ ഇതിനൊരു എക്സ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. രണ്ടാമത്തെ ഫിഗർ നോക്കി, അതായത് ഇതിന്റെ തൊട്ട് താഴെ
നമ്മൾ സ്പ്രിങ്ങിനെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് യൂസ് ചെയ്ത് വലിച്ചു നീട്ടിയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എക്സ് ഡിസ്പ്ലേസ്മെന്റിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, consider a spring in initial stage. If we apply external force, it gets stretched by x distance. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഈ സ്പ്രിങ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്തിട്ട് നിൽക്കും. എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ് അതിനുണ്ടാകുക. ഓക്കെ, ബട്ട് ദ സ്പ്രിങ് ഹാസ് എ ടെൻഡൻസി ടു കം ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. പക്ഷേ സ്പ്രിങ്ങിന് എന്താണ് ഇതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതായത് ഏതൊരു സ്പ്രിങ്ങിന് നമ്മളിപ്പോ ഒരു റബ്ബർ ബാൻഡ് ഒരു സ്പ്രിങ് ലൈക്ക് മോഷൻ ആണ് അതിനുള്ളത്. അതിനെ വലിച്ചു നീട്ടിയിട്ട് അതിനെ വിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഇനിഷ്യൽ പൊസിഷനിലേക്ക് വരൂലേ? അതുപോലെ തന്നെ സ്പ്രിങ്ങും എന്താണ്, നമ്മൾ ആ ഫോഴ്സ് വിട്ട് കഴിഞ്ഞാൽ, എക്സ്റ്റേണൽ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ കം ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് അത് വരും. ഓക്കെ, ഇനി ഇതിന്റെ റീസ്റ്റോറിംഗ് ഫോഴ്സ് നമ്മൾ എഫ് എസ് ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എഫ് എക്സ്റ്റേണൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്. എക്സ്റ്റേണൽ ഫോഴ്സ് എന്താണ്, ആ ഡിസ്പ്ലേസ്മെന്റിന് ഈക്വൽ ആണ്. സോ എഫ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു മൈനസ് എഫ് എസ്. ഓക്കെ, സോ ഈ എഫ് എസ് എന്ന് പറഞ്ഞാൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഒരു സ്പ്രിങ്ങിന്റെ കേസിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് അവിടെ ഒരു നെഗറ്റീവ് സൈൻ കാണുന്നത്. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, സോ ഞാൻ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ മാറ്റിയിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു, കെ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റിനെ കൊണ്ടുവന്നു. സോ എഫ് എസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. ബോക്സിലിട്ട ഇക്വേഷൻ ശ്രദ്ധിക്കുക, എഫ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. അപ്പം ഈ കെ എന്താന്ന് അറിയണ്ടേ? കെ എന്താണ്, സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. കെ ഇസ് ദ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഓർ ഫോഴ്സ് കോൺസ്റ്റന്റ്. കെനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, എഫ് എസ് ബൈ എക്സ്. സോ സ്പ്രിംഗ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്തായിരിക്കും, ന്യൂട്ടൺ പെർ മീറ്റർ. ന്യൂട്ടൺ പെർ മീറ്റർ. ന്യൂട്ടൺ എന്താണ്, ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. മീറ്റർ നമ്മളെ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സ്പ്രിങ് പറയുമ്പോൾ ആദ്യം ഈ ഫിഗർ വരക്കണം, അത് കഴിഞ്ഞിട്ട് ഈ ഡിസ്പ്ലേസ്മെന്റ് കാണിക്കണം, ദെൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇഫ് ദ സ്പ്രിംഗ് കോൺസ്റ്റന്റ് വാല്യൂ ഈസ് ലാർജ് ദെൻ ഷിഫ്റ്റ് സ്പ്രിംഗ്. ഓക്കെ, അതായത് സ്പ്രിംഗ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ലാർജ് ആണെന്നുണ്ടെങ്കിൽ അതൊരു സ്റ്റിഫ് ആയിട്ടുള്ള സ്പ്രിംഗ് ആയിരിക്കും. സ്പ്രിംഗ് കോൺസ്റ്റന്റിന്റെ വാല്യൂ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ അത് എന്താ, സോഫ്റ്റ് സ്പ്രിംഗ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാനുള്ളത് വർക്ക് ഡൺ ബൈ ദ സ്പ്രിംഗ്. വർക്ക് ഡൺ ഇൻ ദ സ്പ്രിംഗ്. സ്മോൾ വർക്ക് ഡൺ ആണ് ചെയ്യുക. ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ ഉണ്ടായത്. സോ സ്മോൾ വർക്ക് ഡണ്ണിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഡി ഡബ്ല്യു എന്ന് റെപ്രസെന്റ് ചെയ്യൂലേ. സോ ഡി ഡബ്ല്യു ഇസ് ഇക്വൽ ടു എഫ് ഡി എക്സ്. ഡി എക്സ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെങ്കിൽ ചെറിയ വർക്ക് ഡൺ ആണ് നമുക്ക് കിട്ടിയത്. ഇനി ടോട്ടൽ വർക്ക് ഡൺ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, ഇന്റഗ്രൽ ഡി ഡബ്ല്യു അല്ലെങ്കിൽ ഇന്റഗ്രൽ ഡി ഡബ്ല്യു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ടോട്ടൽ വർക്ക് ഡൺ. നമ്മൾ നേരത്തെ കണ്ടില്ലേ, വേരിയബിൾ ഫോഴ്സ് ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ഇന്റഗ്രൽ 0 ടു എക്സ്, ഇനീഷ്യൽ പൊസിഷൻ മുതൽ ഫൈനൽ പൊസിഷൻ വരെയാണ്. അപ്പൊ 0 മുതൽ എക്സ് വരെയാണ്. സോ 0 ടു എക്സ് എഫ് ഡി എക്സ്. ഓക്കെ, സോ ഡബ്ല്യു ഈസ് ഇക്വൽ ടു, അതായത് വർക്ക് ഡൺ ഈസ് ഇക്വൽ ടു 0 ടു എക്സ് കെ എക്സ് ഡി എക്സ്. ഇവിടെ നമ്മൾ നേരത്തെ നെഗറ്റീവ് സൈന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ നെഗറ്റീവ് സൈൻ എടുത്തിട്ടില്ല, അത് ഡിറക്ഷനെയാണ് പോയിന്റ് ചെയ്യുന്നത്. ഞാൻ നെഗറ്റീവ് സൈൻ എടുത്താലും കുഴപ്പമില്ല, ഇവിടെ ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ, സോ വർക്ക് ഡൺ ഈസ് ഇക്വൽ ടു ഇന്റഗ്രൽ 0 ടു എക്സ് കെ എക്സ് ഡി എക്സ്. ഓക്കെ, സോ കെ ഇസ് കെനെ നമ്മൾ പുറത്തെടുത്തു, ഇന്റഗ്രലിന്റെ പുറത്തെടുത്തു. ഇന്റഗ്രൽ 0 ടു എക്സ് കെ എക്സ് ഡി എക്സ് എന്ന് കൊടുത്തു. ഇനി നമുക്കറിയാം മാത്സിൽ ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, x raised to n plus 1 divided by n plus 1. So the equation will become, ഇവിടെ 1 ആണ് n. So 1 plus 1 divided by 1 plus 1. So k into x square divided by 2, 0 to x. Okay. So k x square divided by 2. നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ് രണ്ടാമത്തെ സ്റ്റെപ്പില്, ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പില് ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. സോ നമുക്ക് എന്ത് കിട്ടും, എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 0 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ ബൈ 2. സോ വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. ഓക്കെ, സോ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സ്പ്രിംഗ് ഈസ് ഹാഫ് കെ എക്സ് സ്ക്വയർ. ഓക്കെ,
അപ്പൊ നമുക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സ്പ്രിങ് നമുക്ക് എന്താ കിട്ടിയത്? ഹാഫ് kx². ഇനി നമുക്ക് ഇതിനെ ഗ്രാഫിക്കലി ഇപ്പൊ നമ്മൾ പറഞ്ഞത് നമ്മൾ റിട്ടേൺ ഫോമിൽ തിയററ്റിക്കൽ അപ്രോച്ച് ആണ്. ഇനി ഗ്രാഫിക്കലി നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? ഗ്രാഫിക്കലി നമ്മൾ പ്രൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രാഫില് ഫോഴ്സിന് y ഡിറക്ഷനിലും ഡിസ്പ്ലേസ്മെന്റിന് x ഡിറക്ഷനിലും കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടുക. ഈ ഗ്രാഫിന്റെ ഏരിയ ഓഫ് ദ ഗ്രാഫ്, ദാറ്റ് ഈസ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ, വിൽ ഗീവ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സ്പ്രിംഗ്. ഓക്കെ, സോ അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ഹാഫ് ph. ഓക്കെ, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്താ? ഹാഫ് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. സോ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഹാഫ് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബ്രെഡ്ത്ത് എക്സ് ആണ്, ഹൈറ്റ് ഫോഴ്സ് ആണ്. സോ എക്സ് ഇൻറ്റു എഫ്. ഹാഫ് ഇൻറ്റു എഫ് എന്താണ് ഇവിടെ? റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. സോ കെ എക്സ് കൊടുത്തു. അങ്ങനെ നമുക്ക് കിട്ടിയ ഹാഫ് kx². സെയിം ആൻസർ തന്നെയാണ് നമുക്ക് ബോത്ത് കേസിൽ കിട്ടിയത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഞാൻ ഇതൊന്നും കൂടെ കാണിക്കാം. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സ്പ്രിംഗ് തിയററ്റിക്കലി അപ്രോച്ച് ചെയ്യുമ്പോൾ ആദ്യം സ്പ്രിംഗ് വരക്കുക, പിന്നെ അവിടെ ഒരു മാസ് കൊടുത്തിട്ടുണ്ട്, സ്ട്രെച്ച് ചെയ്തു, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. നെക്സ്റ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു displacement, that is external force is equal to minus fs, restoring force. Restoring force is directly proportional to minus x, fs equal to minus kx. K is the spring constant and k is equal to fs by x, that is Newton meter. Okay, so we'll be getting the answer like potential energy of the spring is half kx². Then graphical approach we will get the same answer, half kx² itself. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് കൺസർവേഷൻ ഓഫ് എനർജി ഇൻ കേസ് ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡി. കൺസർവേഷൻ ഓഫ് ദ എനർജി ഇൻ കേസ് ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡി. അപ്പൊ നമ്മൾ ഒരു ഫ്രീലി ഫാളിംഗ് ബോഡി കൺസിഡർ ചെയ്യാണ്. ഈ ഫിഗറിൽ കണ്ടോ ഒരു ഫ്രീലി ഫാളിംഗ് ബോഡി? ആദ്യം ഈ ബോഡി ഒരു ഹൈറ്റിലാണ് ഇരിക്കുന്നത്. എ എന്ന് പറഞ്ഞ പൊസിഷനിൽ ഒരു ഹൈറ്റിലാണ് ഈ ബോഡി ഇരിക്കുന്നത്. അതിനുശേഷം ഈ ബോഡി രണ്ടാമത്തെ പൊസിഷൻ ബിയിലേക്ക് വന്നു, ദെൻ സിയിലേക്ക് വന്നു. സി ശരിക്കും ഗ്രൗണ്ട് പൊസിഷനിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഈ 3 പൊസിഷനിലുള്ള കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഫ്രീലി ഫാളിംഗ് ബോഡിയിൽ ടോട്ടൽ എനർജി വിൽ ബി കൺസേർവ്ഡ്. ടോട്ടൽ എനർജി എന്താണ്? കോൺസ്റ്റന്റ് ആണ്, മാറുന്നില്ല എന്നാണ് തെളിയിക്കുന്നത്. സോ ആദ്യം നമ്മൾ ഈ ഫിഗർ നന്നായിട്ട് മനസ്സിലാക്കുക. അത് ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കൺസർവേഷൻ ഓഫ് എനർജി ഇൻ കേസ് ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡിയാണ്. അപ്പൊ നമ്മൾ ഈ ഫിഗറിൽ നോക്കിയപ്പോൾ 3 പൊസിഷൻസ് കണ്ടു. ഒരു ബോഡീനെ നമ്മൾ ഒരു h ഹൈറ്റിൽ നിർത്തി കഴിഞ്ഞാൽ ആ h ഹൈറ്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? mgh ആണ്. പക്ഷെ കൈനറ്റിക് എനർജി അവിടെ 0 ആയിരിക്കും. ബിക്കോസ് അവിടെ മോഷൻ ഒന്നും ഇല്ല, ആ ബോഡി അവിടെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അവിടെ കൈനറ്റിക് എനർജി ഇല്ല. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ് എന്ത്? പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി അല്ലേ ടോട്ടൽ എനർജി. സോ mgh ആണ് എന്ത്? ടോട്ടൽ എനർജി. ഇതാണ് നമ്മളെ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പൊസിഷനിലേക്ക് പോവാണ്. അടുത്ത പൊസിഷനിൽ ബോഡി ബി പൊസിഷനിലെത്തി. ഈ ഫിഗറിൽ ബോഡി ബി പൊസിഷനിലെത്തി. അപ്പം ബി പൊസിഷനിലുള്ള ഹൈറ്റ് എന്തായിരിക്കും? എച്ചിൽ നിന്നും എക്സ് മൈനസ് ചെയ്താലാണ് അവിടുത്തെ ഹൈറ്റ്. സോ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? mgh - x. ഓക്കെ, അതുപോലെ വെലോസിറ്റി എന്തായിരിക്കും? വെലോസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ v² is equal to u² plus 2as. ഇവിടെ നമ്മൾ രണ്ടാമത്തെ പൊസിഷൻ ബി പൊസിഷനിലുള്ളതാണ് വെലോസിറ്റി നമ്മൾ കാണുന്നത്. സോ vb² എന്തായിരിക്കും? u എന്ന് പറഞ്ഞത് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. സോ u 0 ആയിപ്പോയി. ദെൻ എസ് എന്താണ്? എക്സ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആണ്. സോ vb² is equal to 2gx. ഓക്കെ,
ഓക്കെ, സോ ഇനി നമ്മൾ കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി എന്താ? ഹാഫ് എം വി ബി സ്ക്വയർ ആണ്. ഹാഫ് ഇൻറ്റു എം ഇൻറ്റു 2GS ആണ്. അവിടെ നമ്മൾ ടൂവും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിലെയും ന്യൂമറേറ്ററിലെയും 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? mgx കിട്ടും. ഇനി നമ്മൾ ടോട്ടൽ എനർജി കാണാൻ പോവാണ്. ഇപ്പൊ പൊട്ടൻഷ്യൽ എനർജി കിട്ടി, പിന്നെ അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയും കിട്ടി. ഇനി അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ അല്ലെങ്കിൽ സമ്മ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ എനർജി. സോ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി mgh മൈനസ് എക്സ് പ്ലസ് mgx. നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെയ്യാണ്. സോ mgh മൈനസ് mgx പ്ലസ് mgx. ഇവിടെ രണ്ട് ക്വാണ്ടിറ്റീസ് ഉണ്ട്, പോസിറ്റീവും നെഗറ്റീവും. അതിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യാം. സോ ടോട്ടൽ എനർജി എന്താണ്? mgh ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് പൊസിഷൻ എയിലും പൊസിഷൻ ബിയിലും എന്ത് കിട്ടി? ടോട്ടൽ എനർജി സെയിം ആണ് കിട്ടിയത് അല്ലെ? ടോട്ടൽ എനർജി സെയിം ആണ് കിട്ടിയത്. ഇനി പൊസിഷൻ സിയിൽ കാണാം. പൊസിഷൻ സി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ടിൽ തന്നെയാണ്. അവിടെ H0 ആണ്, H0 ആണ്. അങ്ങനെ വരുമ്പോ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറും? mg into 0. സോ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു 0. ദെൻ കൈനറ്റിക് എനർജി ഹാഫ് എം വി സി സ്ക്വയർ. ഹാഫ് എം വി സി സ്ക്വയർ. വി സി എന്താണ്? വെലോസിറ്റി അറ്റ് ദ പൊസിഷൻ സി. സോ 0 പ്ലസ് mgh. So half into mg into m into 2gh. Okay, 2gh. So 2 cancel ചെയ്തു, ബാക്കി mgh ആണ് വരുന്നത്. സോ ടോട്ടൽ എനർജി വീണ്ടും കിട്ടുന്നത് mgh ആണ്. സോ നമുക്ക് ഇവിടെ ഫ്രീലി ഫോളിംഗ് ബോഡിന്റെ 3 കേസിലും ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ്. ടോട്ടൽ എനർജി ഒരു കോൺസ്റ്റന്റ് ആണ്, ദാറ്റ് ഈസ് mgh. ഫോർ എ ഫ്രീലി ഫോളിംഗ് ബോഡി ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ്. അതാണ് ഇപ്പൊ നമ്മൾ ഇതിൽ നിന്ന് കണ്ടത്. പൊസിഷൻ എയില് ഞാൻ ഇതൊന്നും കൂടെ കാണിക്കാം. അറ്റ് എയില് mgh കിട്ടി, ദെൻ അറ്റ് ബിയില് mgx, ദെൻ mgh, അറ്റ് സിയിലും mgh. സോ ഞാൻ ഇതിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? ഞാൻ പൊട്ടൻഷ്യൽ എനർജി ആദ്യം, കൈനറ്റിക് എനർജി ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എത്തുമ്പോൾ അതിന് മോഷൻ ഇല്ല, അപ്പൊ കുറഞ്ഞു വരികയാണ്. ഹൈറ്റിനനുസരിച്ച് കുറഞ്ഞു വരികയാണ്. ഹൈറ്റ് ആകുമ്പോഴേക്ക് അവിടെ റെസ്റ്റ് പൊസിഷനിലാണ്. സോ കൈനറ്റിക് എനർജി കുറയാണ്. പക്ഷെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കൂടുകയാണ്. സോ അത് ഇൻക്രീസിങ് ആണ്. ടോട്ടൽ എനർജി എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഈ ഗ്രാഫ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ട്രൈ ടു വർക്ക് ഔട്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് ഐൻസ്റ്റീൻ മാസ് എനർജി റിലേഷൻ ആണ്. ഐൻസ്റ്റീൻ മാസ് എനർജി റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് വളരെ ഫേമസ് ആണ്. നമ്മൾ എന്താണ് എനർജി മാസ് എനർജി റിലേഷൻ എന്താണ്? ഈസ് ഈക്വൽ ടു mc സ്ക്വയർ. എനർജി ഈസ് ഇക്വാലന്റ് ഓഫ് മാസ്. അതാണ് അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് പറയാം. ഓക്കെ, സി എന്ന് പറഞ്ഞത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. അതിന് 3 into 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ക്ലിയർ? ഓക്കെ, ഇനി അടുത്തത് പവർ ആണ്. പവർ എന്താണ്? പവർ ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ വർക്ക് ഈസ് ഡൺ. വർക്ക് ചെയ്യുന്നതിന്റെ റേറ്റ് ആണ്. അതായത് ഒരു സമയത്തിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്ക് ഡൺ ആണ് എന്ത്? പവർ. ഓക്കെ, പവറിന് വേറെയും ഡെഫിനിഷൻസ് ഉണ്ട്. പവർ ഇമ്പോർട്ടന്റ് ആണ്. സോ പവർ എന്താണ്? പവർ ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ വർക്ക് ഈസ് ഡൺ. വർക്ക് ചെയ്യുന്നതിന്റെ റേറ്റ് ആണ് എന്ത്? പവർ. ഓക്കെ, സോ പി ഈസ് ഈക്വൽ ടു delta W by delta T. So change in work done by change in time. If a constant force is applied, displacement is delta x at a time delta T. Then work done എന്തായിരിക്കും? delta W എന്ന് പറഞ്ഞത് F delta x. P is equal to delta W നമ്മൾ പവറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. So F delta x is equal to x divided by delta T. So power is equal to FV. Okay, delta x by delta T എന്ന് പറഞ്ഞത് വെലോസിറ്റി ആണ്, FV. So power is a scalar product of force and velocity. Power എന്താണ്? ഫോഴ്സിന്റെയും വെലോസിറ്റിന്റെയും സ്കാലാർ പ്രൊഡക്റ്റ് ആണ് പവർ. ഓക്കെ, ഇനി യൂണിറ്റ് ഓഫ് പവർ ജൂൾ പെർ സെക്കൻഡ് ആണ്. അതിന്റെ SI യൂണിറ്റ് വാട്ട് ആണ്, വാട്ട്. ഓക്കെ, ഡയമെൻഷണൽ ഫോർമുല ml² T⁻⁻3.
ഇനി കിലോവാട്ടും അതുപോലെ കിലോവാട്ടും ഹോഴ്സ് പവർ എന്താണ്, പവറിന്റെ പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ആണ്. പവറിന് ഒരുപാട് ഡെഫിനിഷൻസ് നമ്മൾ വേറെയും പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നതാണ് എന്ത്, പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് പവർ. അപ്പൊ കിലോവാട്ടും അതുപോലെ തന്നെ ഹോഴ്സ് പവറും എന്താണ്, പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് പവർ ആണ്. അപ്പൊ 1 കിലോവാട്ട് എന്ന് പറയുന്നത് 1000 വാട്ട്സ് ആണ്. 1 ഹോഴ്സ് പവർ 1 HP നമ്മളെ അതുപോലെ തന്നെ എനർജി കൺസ്യൂം ചെയ്യുന്ന മെഷീൻസിന്റെ ഒക്കെ HP ആണ്, അല്ലെങ്കിൽ മോട്ടറിൻ്റെതൊക്കെ HP ആണ് നമ്മൾ യൂണിറ്റ് കണ്ടിട്ടുള്ളത്. 1 HP എന്താണ്, 746 വാട്ട്സ് ആണ്. ഇനി നമ്മളെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് പവർ എന്താ, കിലോ വാട്ട് അവർ ആണ്. കിലോ വാട്ട് അവർ ആണ് കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് പവർ, ദാറ്റ് ഇസ് എനർജി കൺസപ്ഷൻ യൂണിറ്റ് ആണ്. കിലോ വാട്ട് അവർ ജൂളിലാണ് പറയാ. സോ കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ, കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1000 വാട്ട്സ് ആണ്. ഹവറിനെ നമുക്ക് ഒരു ഹവറിൽ 60 മിനിറ്റ്സിൽ ഉണ്ട്, 60 മിനിറ്റ്സിൽ 60 സെക്കൻഡ്സ് ഉണ്ട്. സോ 60 into 60 3600 സെക്കൻഡ്സ്. അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 36, then 5 zeros കിട്ടും, W സെക്കൻഡ്, W per അല്ലെങ്കിൽ വാട്ട് സെക്കൻഡ്. 1 kilowatt hour is equal to 3.6 into 10 to the power 6 joules. ഓക്കെ, അപ്പം ഇത്രയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത്. സോ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. ത്രീ ടൈപ്സ് ഓഫ് വർക്ക് ഉണ്ട്, പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, അതുപോലെ തന്നെ സീറോ വർക്ക്. ദെൻ വർക്ക് ഡൺ ബൈ കോൺസ്റ്റന്റ് ഫോഴ്സ് പറഞ്ഞു. കോൺസ്റ്റന്റ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്താണ്, F ഡെൽറ്റ എക്സ് ആണ്. അതിന്റെ ഗ്രാഫാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ ഗീവ് ദ വർക്ക് ഡൺ. ഓക്കെ, area of the rectangle give the work done. So area under the force displacement graph is the work done by the force. Area is equal to L into B, that is F delta X. Okay, work done by variable force ആണ്. Magnitude of the force is a function of displacement. Here force is varying. Force ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോ നമ്മളെ വർക്ക് ഡൺ എന്തായിട്ട് മാറും, വർക്ക് ഡൺ എന്തായിട്ട് മാറും. ഇങ്ങനെ നമുക്ക് വേരിയബിൾ ഫോഴ്സ് ആകുമ്പോൾ ആദ്യം ഒരു പോർഷന്റെ ഫോഴ്സ് വർക്ക് ഡൺ കാണുക, ദെൻ ഇന്റഗ്രേറ്റ് ടോട്ടൽ ഏരിയ ഈസ് ദ വർക്ക് ഡൺ. ദെൻ നമ്മൾ പറഞ്ഞത് കൺസർവേറ്റീവ് ഫോഴ്സ് പറഞ്ഞു, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ആണ് എന്ത്, കൺസർവേറ്റീവ് ഫോഴ്സ്. എക്സാമ്പിൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. നെക്സ്റ്റ് ഇസ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണ്, the work done will be depends on the path, and it is the conservative force, it depends only on the final and initial position, but it non-conservative force is the if the work done by the body moving between 2 points depends on the path. And example frictional force, viscous force. Then a problem ചെയ്തു നമ്മള്. പിന്നെ ലാസ്റ്റ് എനർജി പറഞ്ഞു. എനർജി എന്താണ്, കപ്പാസിറ്റി ടു ഡു വർക്ക് ആണ്. എനർജി ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി ആണ്, യൂണിറ്റ് ജൂൾ ആണ്. ആൻഡ് ഡയമെൻഷൻ ഈസ് ml² T⁻⁻2 ആണ്. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയും ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. കൈനറ്റിക് എനർജി ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്, പോസിറ്റീവ് സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. മോഷൻ കൊണ്ടുണ്ടാവുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. ദെൻ പൊസിഷൻ കൊണ്ടുണ്ടാവുന്നതാണ് പൊട്ടൻഷ്യൽ എനർജി. ദെൻ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജിന്റെയും മൊമെന്റത്തിന്റെയും റിലേഷൻ പറഞ്ഞു. അത് കഴിഞ്ഞ് എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞു, mgh ആണ്. ഓക്കെ, ദെൻ വർക്ക് എനർജി തിയറം ആണ്. വർക്ക് എനർജി തിയറം പറഞ്ഞത് ആദ്യം ഇത്രയും ഡിറൈവ് ചെയ്യുക, ദെൻ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ദ വർക്ക് ഡൺ. ഓക്കെ, ദെൻ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ് പറഞ്ഞു. ഒരു സ്പ്രിങ്ങിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രിങ്ങിന് എക്സ്റ്റൻഷൻ ഉണ്ടാവും. റീസ്റ്റോറിംഗ് ഫോഴ്സ് പറഞ്ഞു. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സ്പ്രിങ് ഈസ് ദ kx², that is half kx². Okay, last conservation of energy in case of a freely falling body. A പൊസിഷനിലും B പൊസിഷനിലും C പൊസിഷനിലും ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ്, that is mgh. Total energy of a freely falling body is a constant, that is ഈ ഒരു ഗ്രാഫും. Then energy mass relation പറഞ്ഞു.
പവർ പറഞ്ഞു. പവർ is the rate at which work is to be done. That is P is equal to delta W by delta T. Okay. ഇത് കഴിഞ്ഞ് ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ദെൻ പ്രാക്ടിക്കൽ യൂണിറ്റ്സ് പറഞ്ഞു, ഹോഴ്സ് പവർ, കിലോ വാട്ട്, ദെൻ കൊമേഴ്ഷ്യൽ യൂണിറ്റും പറഞ്ഞു. സോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതിന്റെ നെക്സ്റ്റ് പോർഷൻ ഞാൻ ഒരു അടുത്ത ക്ലാസ് ആയിട്ട് വരും. സോ ദാറ്റ്സ് ഓൾ.